നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ആളില്ലാത്ത മുറിയിൽ നിന്നും 20 ഗ്രാം കഞ്ചാവ് പിടികൂടുകയായിരുന്നു. എക്സൈസിന്റെ മണ്ണന്തല റേഞ്ച് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിലെ 20ഓളം മുറികളാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. അതിൽ നിന്നും 4 മുറികളിൽ നിന്നാണ് കഞ്ചാവ് എക്സൈസ് കണ്ടെടുത്തിരിക്കുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. ഹോസ്റ്റലിൽ 12:30 പരിശോധന പൂർത്തിയാക്കി എക്സൈസ് സംഘം മടങ്ങുകയും ചെയ്തു. ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പെട്ടെന്ന് പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിച്ചത്. ചിലരുടെ ഫോട്ടോയടക്കം എക്സൈസ് സംഘം വിദ്യാർത്ഥികളെ കാണിച്ചുമിരുന്നു. 70-ലധികം മുറികളുള്ള വലിയ ഹോസ്റ്റലാണിത്. ഇതിൽ കൂടുതൽ മുറികളും അടഞ്ഞുകിടക്കുകയായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ നിരവധി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണിത്. ഇപ്പോൾ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ മുൻ വിദ്യാർത്ഥികളും ഇവിടെ താമസിക്കാറുണ്ട്. അതേസമയം കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ഹോസ്റ്റലിൽ നിന്നല്ല ഇന്ന് രാവിലെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. സർക്കാരിന്റെ കീഴിലുള്ള ഹോസ്റ്റലാണിതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടാതെ റെയ്ഡിൽ നടത്തിയ തീരുമാനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. എല്ലാ ഹോസ്റ്റലുകളിലും റെയ്ഡ് നടത്തണമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കേരള സർവകലാശാലയിൽ പഠിക്കണമെങ്കിൽ ഇനി ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങുമെന്നും VC വ്യക്തമാക്കുകയും ചെയ്തു.